രാഷ്ട്രീയ പ്രവർത്തകരിൽ കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി, പോലീസ് മന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ചാർജ് വഹിക്കുമ്പോഴാണ് കേരളത്തിലെ ചരിത്രത്തിലുണ്ടാകാത്ത പോലീസ് മർദ്ദനം ഉണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിണറായി വിജയന് ബോധം നഷ്ടപ്പെട്ടു. പ്രായമായി 80-85 വയസ്സായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ബോധത്തിന് എന്തോ, ബോധമണ്ഡലത്തിൽ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിന്റെ, പോലീസിന്റെ കിരാത മർദ്ദനത്തിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഒന്നാണ് സഖാവ് പിണറായി. അതുപോലെ സഖാവ് VS പോലീസ് മർദ്ദനത്തിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരുന്ന തെളിവായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പരിവാകുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. പിണറായി വിജയനും മാത്രമല്ല, പിണറായി വിജയനും മരുമകനും ഭാര്യയും മകനും കൊച്ചുമകനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഭരണം നടക്കുമ്പോൾ എന്തുമാകാം എന്ന് പിണറായിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട പിണറായി സഖാവെ, അങ്ങേക്ക് വരാൻ പോകുന്ന ഭീകരമായ അനുഭവത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. സ്വാഭാവികം നമുക്കറിയാം, ഇവിടെ പോലീസ് സ്റ്റേഷൻ നടക്കുന്ന പോലീസ് എനിക്ക് കോൺഗ്രസ്സുകാരോട് ഏറ്റവും സഹതാപം തോന്നുന്നു. പിന്നെ സഹതാപം തോന്നുന്നത് നമ്മുടെ CPIയുടെ നേതാക്കന്മാരോട്. തൊഴിൽ മേടിക്കുന്നതിനകത്ത് കോൺഗ്രസ്സുകാർ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിട്ട് ഉള്ളിലിട്ട് ഭീകരമായി മർദ്ദനമേൽക്കേണ്ടി വന്ന പല സഖാക്കന്മാരും CPIക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ഉൾപ്പെടെ, ഞാൻ ആരുടെ പേര് പറഞ്ഞ് അപമാനിക്കുകയല്ല, ഉൾപ്പെടെ ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ പത്രത്തിലും വന്ന വാർത്തകളാണ്. ഞാൻ ഒരാളെയും പ്രത്യേകം എടുത്ത് പറയുകയല്ല. എന്തുകൊണ്ട് ഇത് നടക്കുന്നു? പ്രതികരിക്കാൻ ആളില്ല എന്ന തോന്നലാണ് പിണറായി സഖാവിനെ ഈ റൗഡിസത്തിന് പ്രേരിപ്പിക്കുന്നതെങ്കിൽ വളരെ വിനയത്തോടുകൂടി പിണറായിയോട് പറയുന്നു, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പാർട്ടിയായ 14 കോടി മെമ്പർഷിപ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ BJP താങ്കളുടെ ഈ റൗഡിസം അവസാനിപ്പിക്കാൻ രംഗത്തുണ്ട് എന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു സംശയം വേണ്ട, ഇത് അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവും. പോലീസ് ഇവിടെ പിള്ളേര് മുദ്രാവാക്യം വിളിക്കുന്ന സഹപ്രവർത്തക മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ കേട്ട് കാണും. പോലീസ് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും തല്ലും. വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഇത് കലാപ ആഹ്വാനമല്ല. ഒരു മര്യാദയില്ലാതെ BJP പ്രവർത്തകരുടെ പേരിൽ പോലീസ് അതിക്രമം ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള തന്റെ ആർജവും BJPക്കുണ്ട് എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മർദ്ദനം നടത്തി പോയാൽ പിണറായിയുടെ കാലം കഴിയാൻ പോകണമെന്ന് നിങ്ങൾ ഓർക്കണം. അത് കഴിയുമ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുമ്പോട്ട് പോകും.